നമസ്കാരം. കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ നോട്ടീസുമായി വന്നാൽ മുട്ടുവിരയ്ക്കുമെന്നാണോ കരുതിയത് എന്ന് ചോദിച്ച മുഖ്യമന്ത്രി. പദ്ധതികൾക്ക് വേണ്ടി പണം ചിലവഴിച്ചിട്ടുണ്ട്, ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട്. നോട്ടീസ് അയച്ചവർ അതിന്റേതായ മനസ്സംതൃപ്തിയിൽ നിൽക്കുകയുള്ളൂ എന്നും മുഖ്യമന്ത്രി രൂക്ഷമായി പ്രതികരിച്ചു. കണ്ണൂരിൽ LDFന്റെ തിരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കിഫ്ബി നടത്തിയത് ഭൂമി കച്ചവടമല്ല, പശ്ചാത്തല സൗകര്യ വികസനമാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് പോലെയല്ല കിഫ്ബി പ്രവർത്തിച്ചത്. ഏറ്റെടുക്കുന്ന ഭൂമി അതാത് ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. റിസർവ് ബാങ്കിന്റെ മാനദണ്ഡം അണുകിട വ്യത്യാസം വരുത്തിയില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കിഫ്ബിയിലൂടെ 1.5 ലക്ഷം കോടി രൂപയുടെ വികസനം നടത്തിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത് രുചിക്കാത്ത ഹീന മനസ്സുകളുണ്ട്. വായ്പയെടുത്ത് ഭൂമി കച്ചവടം നടത്തിയെന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ നോട്ടീസ് വന്നിരിക്കുന്നത്. 5600 കോടി രൂപ ദേശീയപാത ഏറ്റെടുക്കുന്നതിന് കിഫ്ബി വഴി കൊടുത്തു. അത് ഏതെങ്കിലും ഭൂമി കച്ചവടത്തിനാണോ? കിഫ്ബി ഏറ്റെടുക്കുന്ന ഭൂമി ഏതാവശ്യത്തിനാണോ അതിന് മാത്രമേ പറ്റൂ. പശ്ചാത്തല വികസനത്തിലാണ് കിഫ്ബി ഭൂമി ഏറ്റെടുത്തത്. ജനങ്ങളിലുണ്ടായിരുന്ന നിരാശ LDF സർക്കാർ വന്നതോടുകൂടി മാറി. ജനങ്ങളെ സർക്കാർ വിശ്വാസത്തിലെടുത്തു. ഓരോ വർഷവും എന്തെല്ലാം ചെയ്തുവെന്ന് പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. 600-ൽ 580 വാഗ്ദാനവും പൂർത്തിയാക്കി. 2021-ൽ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഒരു നാടിനും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത ദുരന്തം നേരിടേണ്ടി വന്നു. പ്രളയത്തിന് ശേഷം നാട് എങ്ങനെ രക്ഷപ്പെടും എന്ന് ചിന്തിച്ചു. സഹായിക്കാൻ ബാധ്യതയുള്ള കേന്ദ്രം ഒരു സഹായവും ചെയ്തില്ല. സഹായിക്കുന്നവരെ മുടക്കി. കേരളം ഇനിയും തകരട്ടെ എന്ന മനോഭാവമായിരുന്നു. അതിനെയെല്ലാം അതിജീവിച്ചു. 2021-ൽ UDF അധികാരത്തിൽ വന്നിരുന്നുവെങ്കിൽ 1600 രൂപ പെൻഷൻ ആർക്കും കിട്ടില്ലായിരുന്നു. 64,000 കുടുംബങ്ങളെ അതിദാരിദ്ര്യ വിമുക്തമാക്കുന്നതിന് സാധിച്ചു. ഇതെല്ലാം തുടർഭരണം കൊണ്ടുണ്ടായതാണ്. ആത്മവിശ്വാസത്തോടു കൂടിയാണ് LDF തിരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. LDF കരുത്തോടുകൂടി മുന്നോട്ട് പോകണമെന്നാണ് ജനം ആഗ്രഹിക്കുന്നത്. 10 വർഷമായി ഭരണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുവെന്നത് നാട് അംഗീകരിക്കുന്ന കാര്യമാണ്. സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമായി. ഓരോ കുടുംബത്തിന്റെയും ക്ലേശം പരിഹരിക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾ മികച്ച പങ്ക് വഹിച്ചു. നിർഭാഗ്യകരമായ അവസ്ഥ നേരിടേണ്ടി വന്നവരാണ് കണ്ണൂർ കോർപ്പറേഷനിലുള്ളവർ. എന്നാൽ കണ്ണൂരിലെ അവസ്ഥയല്ല മറ്റ് സ്ഥലങ്ങളിലുള്ളത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു.